അപ്പോൾ ഒരു കർഷക ബജറ്റ് വരിക, ആ കർഷക ബജറ്റിൽ ഓരോ മേഖലയ്ക്കും, അതായത് നമ്മുടെ വൈവിധ്യമാർന്ന ക്രോപ്പിംഗ് പാറ്റേൺ കേരളത്തിനുണ്ട്. അത് വലിയ അനുഗ്രഹമാണ്. നമ്മുടെ നാളികേരം കൊണ്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ലോകത്തെ മുഴുവനും വിപണി പിടിക്കാവുന്ന തരത്തിലുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ വരുന്നു. ചക്കയിൽ നിന്ന്, അതായത് ക്യാൻസറിൻ്റെ സിദ്ധ ഔഷധം ചക്കക്കുരുവിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ചക്കയിൽ നിന്ന് വരുന്നു. അങ്ങനെ ഏത് ഉൽപ്പന്നം കേരളത്തിലെ വൈവിധ്യമാർന്ന ക്രോപ്പിംഗ് പാറ്റേണിലെ ഏത് ഉൽപ്പന്നം എടുത്താലും അതിനൊക്കെ വലിയ വിപണി സാധ്യതകളുണ്ട്. അവയെയൊക്കെ മൂല്യവർദ്ധനവ് നടത്തിയാൽ. അപ്പോൾ ഓരോ മേഖലയ്ക്കും എന്തെന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, എങ്ങനെയാണ് അതിനെ പരിപോഷിപ്പിക്കുക, എങ്ങനെയാണ് അതിൻ്റെ സംരംഭകത്വം, അത് വാല്യൂ അഡീഷൻ മൂല്യവർദ്ധനവ് നടത്തുക, എങ്ങനെയാണ് അതിന് വിപണി കണ്ടെത്തുക, എങ്ങനെയാണ് നമ്മുടെ യുവതിയുവാക്കളെ അതിലേക്ക് ആകർഷിക്കുക. ബ്രെയിൻ ട്രെയിൻ ഉണ്ടാകാതെ നോക്കേണ്ടത് ഇങ്ങനെ ബ്രെയിൻ ഇവിടെ തന്നെ ഉപയോഗിച്ച് ഇവിടെ തന്നെ നമ്മുടെ ലോക വിപണിയുടെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റുക. എഡ്യൂക്കേഷൻ ഹബ്ബാക്കാൻ കേരളത്തിന് പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷേ ഒരു വിപണി ഹബ്ബാക്കാൻ പറ്റും. നമ്മുടെ ഈ വൈവിധ്യമാർന്ന ക്രോപ്പിംഗ് മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്തതുപോലെ വൈവിധ്യമാർന്ന ക്രോപ്പിംഗ് പാറ്റേണാണ് കേരളത്തിനുള്ളത്. അപ്പം ഒന്നാം പ്രാമുഖ്യം ഈ പറയപ്പെട്ട കർഷക മേഖലയ്ക്ക് കൊടുക്കണം. ഇനി രണ്ടാം പ്രാമുഖ്യം ആർക്ക് കൊടുക്കണം ഈ ബജറ്റിൽ? എൻ്റെ അഭിപ്രായത്തിൽ രണ്ടാം പ്രാമുഖ്യം കൊടുക്കേണ്ടത് നാളിതുവരെ 1956 മുതൽ ഈ പറയുന്ന നമ്മളിപ്പോൾ ഇരിക്കുന്ന 2024 വരെയുള്ള കാലങ്ങളിൽ നാം അവഗണിച്ചത് ഇവിടുത്തെ ആദിവാസികളെയും ഇവിടുത്തെ ഫിഷർ ഫോക്കിനെയുമാണ്. അപ്പോൾ ഈ ആദിവാസികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അതായത് ആദിവാസികൾ സിവിൽ സർവീസ് ഉദ്യോഗം കിട്ടിയാൽ പോലും അത് വേണ്ടെന്ന് വെച്ച് അവനവൻ്റെ ഊരുകളിലേക്ക് തിരിച്ചു പോകുന്ന കാലമാണിപ്പോൾ. എന്തുകൊണ്ടാണ്? ആദിവാസി ഇപ്പോഴും മുദ്ര കുത്തപ്പെടുന്നു. അടിയാൻ, പണിയൻ, അല്ലെങ്കിൽ തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ എന്ന രീതിയിലാണ് അവന് ഇപ്പോഴും ഇത് കിട്ടുന്നത്. ഇതൊക്കെ വയനാട് ജില്ലയിൽ നിന്ന് ഞാൻ നേരിട്ട് കളക്ട് ചെയ്ത അഭിപ്രായങ്ങളാണ്. കാരണം അവിടെ ആദിവാസി യുവാക്കൾ, യുവതികൾ ജോലിയില്ലാതെ നടക്കുന്നത് കാണുമ്പോൾ ഞാൻ അവരോട് തന്നെ ചോദിക്കുകയാണ്, അപ്പോൾ ജോലി കിട്ടിയാൽ പോലും ഞങ്ങൾക്ക് ആ ജോലിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? കാരണം ഞങ്ങൾ ഇങ്ങനെ മുദ്ര കുത്തപ്പെടുകയാണ്. ജാതി കൊണ്ട്, ഞങ്ങൾ ആ ട്രൈബൽസ് എന്നുള്ള ജാതി കൊണ്ട്, കാട്ടുജാതി എന്ന രീതിയിൽ മുദ്ര കുത്തിപ്പെട്ട് ഞങ്ങളെ മാറ്റി നിർത്തുകയാണ്. ആ അവസ്ഥ മാറണം കേരളത്തിൽ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞ ഒരു കവിയുടെ 100ാം ചരമവാർഷികം നാം ആഘോഷിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അത് മാറ്റി ഈ ട്രൈബൽസിന് അവരുടെ അവകാശങ്ങൾ ലഭ്യമാകണം. അവരുടെ പൗരുഷം, അവരുടെ സ്ത്രീത്വം അവർക്കത് ഫീൽ ചെയ്യണം. ഞങ്ങൾ മനുഷ്യരാണ്, നിങ്ങളെപ്പോലെ, ഈ സവർണരെന്ന് പറയുന്നവരോ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം പോപ്പുലേഷനെ പോലെ തന്നെ ഞങ്ങളും എന്ന് വരണം അവർ. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ റിക്വസ്റ്റ്, ഈ കാലഘട്ടം വരെയും നാം അവർക്ക് വേണ്ടി ഒരു ട്രൈബൽ സ്കൂൾ എന്നൊക്കെ പേരിന് മാത്രം ഹോസ്റ്റൽ സൗകര്യമൊക്കെ കൊടുത്തിട്ടേ ഉള്ളൂ. ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി, ആ ട്രൈബൽ യൂണിവേഴ്സിറ്റി എന്ന എൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ആ ട്രൈബൽ യൂണിവേഴ്സിറ്റിയിൽ കിൻഡർഗാർട്ടൻ മുതൽ ട്രൈബൽസിന് പഠിക്കാനുള്ള അവസരം കിട്ടണം. മാത്രമല്ല അവിടെ എൻജിനീയറിംഗ് പഠിക്കാൻ പറ്റണം അവർക്ക്, അവിടെ മെഡിസിൻ പഠിക്കാൻ പറ്റണം അവിടെ അവർക്ക് ക്രിക്കറ്റോ മറ്റെല്ലാ തരത്തിലുള്ള ഗെയിംസും അല്ലെങ്കിൽ സ്പോർട്സിനുമുള്ള സ്റ്റേഡിയങ്ങൾ വേണം. അങ്ങനെ ഒരു എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി അത് വയനാട്ടിൽ തന്നെ വരണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം നമ്മുടെ വിവിധ ബജറ്റുകൾ എടുത്തു നോക്കിയാൽ ഏറ്റവും ടൂറിസം പൊട്ടൻഷ്യലുള്ള ജില്ല വയനാടാണ്. പക്ഷേ വയനാടിൻ്റെ ടൂറിസം പൊട്ടൻഷ്യൽ ടാപ്പ് ചെയ്യുന്നതിന് നമ്മുടെ ഗവൺമെൻറ് എപ്പോഴും പരാജയപ്പെടുന്നതായിട്ട് ആണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് അതായത് ആ ട്രൈബൽസിന്, അത് മാത്രമല്ല കേരളത്തിലെ ആകെ ട്രൈബൽസിൻ്റെ 41% വയനാട് ജില്ലയിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ട്രൈബൽ യൂണിവേഴ്സിറ്റി വയനാട് ജില്ലയിൽ വരട്ടെ. കേരളത്തിലെ ട്രൈബൽസ് മാത്രമല്ല, ഇന്ത്യക്കകത്ത് എവിടെയൊക്കെ ട്രൈബൽസ് ഉണ്ടോ അവർക്കൊക്കെ വന്ന് പഠിക്കത്തക്ക വ്യാപ്തമായ ക്യാമ്പസും സൗകര്യങ്ങളും വളരെ മെച്ചപ്പെട്ട രീതിയിൽ, അതായത് ലോകത്തെ ഒന്നാം കിട യൂണിവേഴ്സിറ്റികളിൽ ഒന്നായി മാറത്തക്ക രീതിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അവിടെ തുടങ്ങേണ്ടത്. തീർന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ രണ്ടാമത്തെ ഈ പ്രയോറിറ്റിയിൽ തന്നെ ഞാൻ പെടുത്തുകയാണ് ഫിഷർ ഫോക്കിന് വേണ്ടിയുള്ള യൂണിവേഴ്സിറ്റി. ഞാനതിനെ ഫിഷർ ഫോക്ക് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ഫിഷറീസ് യൂണിവേഴ്സിറ്റി കേരളത്തിലുണ്ട്, കൊച്ചിയിൽ. പക്ഷേ ആ യൂണിവേഴ്സിറ്റി അത് ഇങ്ങനെ എല്ലാ ഫിഷർ ഫോക്കിനും പഠിക്കാനുള്ള
കിൻഡർ ഗാർട്ടൻ മുതൽ പഠിക്കാനുള്ള സൗകര്യങ്ങളുള്ള സ്ഥലമല്ല. അപ്പോൾ അങ്ങനെ ഈ ട്രൈബൽസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സമസ്ത സൗകര്യങ്ങളോടും കൂടി, അതായത് കിൻഡർ ഗാർട്ടൻ മുതൽ എല്ലാ തരത്തിലുള്ള എഡ്യൂക്കേഷനും ഏറ്റവും ഹയസ്റ്റ് ലെവൽ വരെയുള്ള എഡ്യൂക്കേഷൻ സാധ്യമാകുന്ന മെഡിസിനും എൻജിനീയറിങ്ങും ഒക്കെ പറ്റുന്ന ഒരു ഫിഷർ ഫോക്കിൻ്റെ യൂണിവേഴ്സിറ്റി അത് തിരുവനന്തപുരത്ത് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് കാരണം കൊണ്ട് വിഴിഞ്ഞം തീരവാസികളാണ് ഏറ്റവും അതായത് പീഡിപ്പിക്കപ്പെടുന്നവരായിട്ട്, സ്വന്തം ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരായിട്ട്, അങ്ങനെ വലിയ ദുഃഖത്തിലാണ് അവർ. അപ്പോൾ അതായത് അവർ ദുഃഖത്തിലാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബ്ലൂ ഇക്കോണമി, അതായത് സമുദ്രവുമായി ബന്ധപ്പെട്ട ആ വികസന സാധ്യതകളെ കേരളം കണ്ടറിഞ്ഞ് പരിപോഷിപ്പിച്ച് അതിനുവേണ്ടിയാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞം പ്രോജക്റ്റിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നമുക്കറിയാം. ആ സ്വപ്നങ്ങൾ പൂവണിയുകയോ അണിയാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ അതിൻ്റെ പേരിൽ കുടിയിറക്കപ്പെട്ട നിഷ്കാസിതരായ, ഭവനരഹിതരായ, തൊഴിൽ രഹിതരായ ഫിഷർ ഫോക്ക് അവരെ പുനരധിവസിപ്പിക്കണം. ആ പുനരധിവാസത്തിന് അവർക്ക് വീട് വേണം, മറ്റെല്ലാ സൗകര്യങ്ങളും വേണം. പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് ഭാവിയിലേക്ക് അവർ തന്നെ, അതായത് അവരെ ശാക്തീകരിക്കുക, അവരെ വിദ്യ കൊണ്ട് എംപവർ ചെയ്യുക, സമസ്ത മേഖലകളിലും അവരെ എംപവർ ചെയ്യുക, എല്ലാവിധ ടെക്നോളജിയും അവർക്ക് വശമതം ആവുകത്തക്ക രീതിയിൽ അവരെ എംപവർ ചെയ്യുക. അതിനാണ് ഒരു ഫിഷർ ഫോക്കിന് വേണ്ടിയുള്ള യൂണിവേഴ്സിറ്റി അത് തിരുവനന്തപുരത്ത് തന്നെ വേണമെന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം വിഴിഞ്ഞം പ്രോജക്റ്റ് വഴി, അതായത് ബ്ലൂ ഇക്കോണമി ടാപ്പ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് തുടങ്ങിയപ്പോൾ തന്നെ കേന്ദ്രവും സംസ്ഥാനവും ഒത്തുചേർന്ന് അതിനുവേണ്ടി വല വിരിച്ചപ്പോഴേക്കും ഈ നേരത്തെ വല കൊണ്ട് ഫിഷിങ്ങിന് വേണ്ടി നടന്നിരുന്ന ഫിഷർ ഫോക്ക് മുഴുവനും തീരത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് തിരുവനന്തപുരത്ത് തന്നെ വേണം. ഇത്ര വ്യാപ്തമായ തോതിൽ അവരെ കുടിയിറക്കപ്പെടുന്ന വേറൊരു ജില്ല കേരളത്തിലില്ല, സമുദ്രതീര ജില്ലകളിൽ. അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് തന്നെ. അപ്പോൾ ഇങ്ങനെ 2 യൂണിവേഴ്സിറ്റീസ് തീർന്നില്ല. എനിക്ക് ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റിയും കൂടി ഡിമാൻഡുണ്ട്. അതായത് ഡിസബിലിറ്റിക്ക് വേണ്ടി ഉള്ള ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി വിവിധ തരത്തിൽ ഡിസേബിൾഡായ ഒരു വലിയ ജനത ഈ കേരളത്തിലുണ്ട്. അവർ കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല, കേരളത്തിന് വെളിയിലുള്ളവർക്കും ഇവിടെ ഒന്ന് പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഡിസബിലിറ്റി യൂണിവേഴ്സിറ്റി, ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു യൂണിവേഴ്സിറ്റി അത് എവിടെ വേണം എന്നുള്ളത് നമ്മുടെ ഡിസബിലിറ്റിയുടെ കണക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് ഡിസ്ട്രിക്റ്റിലാണോ ഏറ്റവും കൂടുതൽ ഡിസേബിൾഡ് ആയിട്ടുള്ള പൗരന്മാരുള്ളത് കേരളത്തിൽ, ആ ഡിസ്ട്രിക്റ്റിൽ ആ യൂണിവേഴ്സിറ്റി വരണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ അനിവാര്യമായി പ്രയോറിറ്റി ബജറ്റിൻ്റെ, അതായത് ഒരു ഗവൺമെൻറ് ജനക്ഷേമകരമായിട്ടാണോ ഭരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ 3 യൂണിവേഴ്സിറ്റികളും കേരളത്തിൽ അനിവാര്യമാണ്. കാരണം ഈ പറയപ്പെട്ട 3 കൂട്ടരും കേരളത്തിൽ, അതായത് പ്ലാനിങ്ങിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ പരിവൃത്തിക്കൊക്കെ പുറത്താണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരെ അകത്ത് കൊണ്ടുവരണം, അവർക്ക് കൂടുതൽ മുൻഗണന കൊടുക്കണം. ഇനി ഞാൻ കൃഷി ബജറ്റ് വേണമെന്ന് പറഞ്ഞല്ലോ. കൃഷി ബജറ്റ് വേണമെന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് പറയാനുള്ളത്, ഇപ്പോൾ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് 23 ഉൽപ്പന്നങ്ങളാണ് സംഭരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് സംഭരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ 2 ഉൽപ്പന്നങ്ങളെ സംഭരിക്കുന്നുള്ളൂ, അതും പേരിന് മാത്രം. അതിലെ നെല്ല് സംഭരണമാണ് ഞാൻ പറഞ്ഞു. പാഡി റസീഡ് ഷീറ്റ് എന്ന ഒരു എന്താ പറയുക, ഒരു കയറ്, കുരുക്ക് കയറ്, തൂങ്ങിച്ചവാനുള്ള ഒരു കയറ് കൊടുത്തുകൊണ്ടാണ് അവർ നെല്ല് സംഭരിക്കുന്നത്. തേങ്ങാ സംഭരണം കേരളത്തിൽ കാര്യമായിട്ട് നടക്കുന്നില്ല. കർണാടകത്തിലൊക്കെ നല്ലവണ്ണം നടക്കുമ്പോൾ കേരളത്തിൽ വളരെ പരിമിതമായ തോതിൽ മാത്രമേ ഉള്ളൂ, അതായത് സംഭരണ കേന്ദ്രങ്ങളില്ല. അപ്പോൾ രണ്ടാമത് ഈ ബജറ്റിൻ്റെ അകത്ത് വളരെ പ്രാമുഖ്യത്തോടെ ചെയ്യേണ്ടത് സംഭരണ കേന്ദ്രങ്ങൾ. എവിടെയൊക്കെ തെങ്ങ് കൃഷിയുണ്ടോ, ജില്ലയുണ്ടോ ഈ ജില്ലയിൽ, ആ ജില്ലകളിലൊക്കെ സംഭരണശാല വരണം. എവിടെയൊക്കെ നെൽകൃഷിയുണ്ടോ ആ ജില്ലകളിലൊക്കെ സംഭരണശാല വരണം. അപ്പോൾ കെട്ടിക്കിടന്ന്, റോട്ടിൽ കെട്ടിക്കിടന്ന് നെല്ല് പൂത്ത് നശിക്കുന്നത്, മഴ നനഞ്ഞ് നശിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് കാണാനുള്ള ഇടം നമ്മുടെ തലമുറകൾക്ക് വന്നുകൂടാ, അത് വലിയ ശാപമായിട്ട് അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് സംഭരണശാലകൾ തീർച്ചയായിട്ടും അതിനൊരു പ്രാമുഖ്യം തന്നെ കൊടുക്കണം. അങ്ങനെ സംഭരണശാലകൾ കൊടുത്താൽ മാത്രം പോരാ, നാം കാർഷിക മേഖലയിലേക്ക് ഒരു പുതിയ വെളിച്ചം വീശി കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ്? ഈ 23 ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്ന വിളകൾ ഏതൊക്കെയാണ്, ആ വിളകൾ കേരളത്തിലേക്ക് കൊണ്ടുവരിക, വൈവിധ്യമാർന്ന കേരളത്തിൻ്റെ
ക്രോപ്പിംഗ് പാറ്റേണിൽ ആ വിളകളൊക്കെ സാധ്യമാണ്. ഏതൊക്കെയാണ് ആ വിളകളെന്ന് എനിക്കറിയാം. അതിൽ ചണം വേണ്ട, നമുക്ക് വേണ്ട. പകരം നമുക്ക് കമേഴ്ഷ്യൽ ക്രോപ്പായിട്ടുള്ള പിന്നെ കൊപ്രയുണ്ട്. നമുക്ക് ചണം വേണ്ട. മറ്റേത് 21 ക്രോപ്പുകളും കേരളത്തിന് സാധ്യമായ ക്രോപ്പുകളാണ്. അപ്പോൾ ആ ക്രോപ്പുകളിലേക്ക് ഇവിടുത്തെ കൃഷിയിൽ ഒരു മാറ്റം വരാനായിട്ട്, എന്ന് വെച്ചാൽ പിന്നെ തെങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് വേറെ ഒരു സംഭരണ ക്രോപ്പ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. തെങ്ങിന് സംഭരണമുണ്ട്, പക്ഷേ റബ്ബറിനില്ല. അതുകൊണ്ട് റബ്ബർ വെട്ടണമെന്നല്ല പറയുന്നത്. ഈ സംഭരണ സാധ്യതകളുള്ള ക്രോപ്പുകളൊക്കെ കുറേശ്ശെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അവയുടെ സംഭരണ ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടത്തക്ക, കർഷകർക്ക് കിട്ടത്തക്ക രീതിയിൽ, അത് കർഷകരെ ശാക്തീകരിക്കുന്നതിന്, അവരുടെ സമ്പദ്ഘടന, കർഷകരുടെ ഓരോരുത്തരുടെയും സമ്പദ്ഘടന മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു നിർദ്ദേശമാണ് ഈ സംഭരണ വിളകളെ കേരളത്തിലേക്ക് കൊണ്ടുവരിക, വ്യാപ്തമായിട്ട് കൃഷി ചെയ്യുക. അപ്പോൾ ആ സംഭരണ ആനുകൂല്യം ആ വിളകൾക്കും അത് കൃഷി ചെയ്യുന്നവർക്കും കിട്ടും. ഇനി അതുപോലെ നമുക്കറിയാം 10 ലക്ഷം പേരാണ് ഇവിടെ, 10 ലക്ഷത്തിലധികം പേരാണ് റബ്ബർ കൃഷിയിൽ. കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞിരുന്നു 250 രൂപ, അവരുടെ LDFൻ്റെ പ്രകടന പത്രികയിൽ 250 രൂപ തറവിലയായിട്ട് നിശ്ചയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ ഒന്നും നടപ്പാക്കിയിട്ടില്ല. 170 രൂപ അതിനു മുൻപ് തീരുമാനിച്ച, അതായത് 170-ൽ താഴെ പോയാൽ 170 രൂപ ഉറപ്പായിട്ടും കൊടുക്കുമെന്ന് പിന്നെ വാഗ്ദാനം പോലും പാലിക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ അതിനെയും ഒരു സംഭരണ ക്രോപ്പായിട്ട് മാറ്റാൻ, അതായത് ഇപ്പോൾ തന്നെ 23 വിളകളിൽ 2 എണ്ണം കമേർഷ്യൽ ക്രോപ്പുകളാണ്. അപ്പോൾ ഈ റബ്ബറിനെയും ഒരു കമേർഷ്യൽ ക്രോപ്പാക്കി കണക്കാക്കി അതിനെ കൂടി, അതൊരു കമേർഷ്യൽ ക്രോപ്പാണല്ലോ, അതിനെ കൂടി സംഭരണ പട്ടികയിൽ കൊണ്ടുപോകാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന MP-മാരുടെയൊക്കെ ചുമതലയാണ്. അത് അവർ നന്നായി പിന്നെ പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ സംസ്ഥാന ബജറ്റിലും റബ്ബറിന് വേണ്ട പരിഗണന കൊടുക്കണം. 250 രൂപ തറവില നിശ്ചയിക്കുകയാണെങ്കിൽ നല്ലത്. കാരണം റബ്ബർ എന്ന ഉൽപ്പന്നത്തിന് നാച്ചുറൽ ഉൽപ്പന്നമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഗോള വിപണി ഒരിക്കലും, അതായത് കുറച്ച് ഗതിവിഗതികൾ കുറച്ച് താഴെ പൊങ്ങിയൊക്കെ നിൽക്കും. പക്ഷേ അതെല്ലാ പ്ലാന്റേഷൻ ക്രോപ്പുകളുടെയും വിധിയാണ്. അതിന് മറികടക്കാനാണ് നമ്മൾ പിന്നെ മറ്റ് ക്രോപ്പുകളും കൂടി, ഇടവിളകളും കൂടി അതിനകത്തൊക്കെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ തെങ്ങിനെ സംരക്ഷിക്കാനുള്ള റബ്ബറിനെ സംരക്ഷിക്കാനായിട്ട് റബ്ബറിന് 250 രൂപ തറവില നിശ്ചയിക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമാണ്. അതിന് കേന്ദ്രത്തെയും പ്രേരിപ്പിക്കണം. സംസ്ഥാന ഗവൺമെൻറ് ഈ കാർഷിക ബജറ്റിൽ അതിന് വേണ്ട മുൻഗണനകൾ കൊടുക്കണം. അതുപോലെ ബജറ്റിൽ പ്രാധാന്യം കൊടുക്കേണ്ട മറ്റൊന്നാണ് കാർബൺ ടാക്സ്. അതായത് ഇവിടെ ഈ ക്വാറികൾ നടത്തുന്നവരിൽ നിന്ന്, അങ്ങനെ ആരിൽ നിന്നൊക്കെ, അതായത് നമ്മുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ, വ്യാവസായിക കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരിൽ നിന്ന് കാർബൺ ടാക്സ് ഈടാക്കാൻ പറ്റും. അതുപോലെ തന്നെ കാർബൺ ക്രെഡിറ്റ് കേന്ദ്രത്തിൽ നിന്നും ചോദിച്ചു വാങ്ങാൻ കഴിയണം. അതായത് നമുക്ക് വനവിസ്തൃതി പിന്നെ വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. മറ്റ് ഇന്ത്യൻ ശരാശരിയേക്കാൾ വളരെ ഉയർന്ന വനവിസ്തൃതിയുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാർബൺ ക്രെഡിറ്റ് കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു കാർബൺ ടാക്സ് കൊണ്ടുവരണം. അത് പരിസ്ഥിതിക്ക് അനുകൂലമായിരിക്കും. കാർബൺ ടാക്സ് കൊണ്ടുവരുമ്പോൾ പരിസ്ഥിതിയെ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള പദ്ധതികളിലൂടെ, അത് വ്യാവസായികമോ കാർഷികമോ ആയാലും അത്തരം പദ്ധതികളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ വരുമാനവുമായി ഖജനാവിലേക്ക്, നിയന്ത്രണവുമായി മറുവശത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാർബൺ ടാക്സ് കൊണ്ടുവരിക, പിന്നെ കാർബൺ ക്രെഡിറ്റ് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുക. പിന്നെ അതുപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ പോപ്പുലേഷൻ നമുക്കറിയാം, നമ്മുടെ പോപ്പുലേഷൻ്റെ 22.8% 60+ പോപ്പുലേഷനാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എൽഡർലി പോപ്പുലേഷനുള്ള സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ തന്നെ അത് 22.8%, ഏകദേശം ഭാഗത്തോളം വരുന്ന പോപ്പുലേഷൻ എൽഡർലി ആണ് എന്നർത്ഥം. പക്ഷേ എൽഡർലി കെയർ, അതായത് ജെറിയാട്രി കെയറിന് വളരെ പരിമിതമായ സൗകര്യങ്ങളെ കേരളത്തിലുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം മെഡിസെപ്പ് അല്ലെങ്കിൽ കാരുണ്യ ലോട്ടറി, ഇതുവഴിയായിട്ട് കാരുണ്യ ഇൻഷുറൻസ് നടത്തുന്ന രോഗികൾക്ക്, പ്രധാനപ്പെട്ട 5 രോഗികൾക്ക്, പക്ഷേ അതൊന്നും പ്രാവർത്തികമായി നന്നായി നടക്കുന്നില്ല കേരളത്തിൽ.
അപ്പോൾ അത് കാര്യക്ഷമതയില്ലാതെ ഈ പദ്ധതികൾ നടപ്പാക്കുന്നത് കൊണ്ടാണ്. ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടൽ ഗവൺമെൻറ് സമ്മതിച്ചിരിക്കുന്നത് പോലെയുള്ള പണം ചെലവഴിക്കൽ ഇതൊന്നും നടക്കാത്തത് കൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ ഫെയിലാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ജെറിയാട്രിക്ക് വേണ്ടി വളരെ പ്രാധാന്യത്തോടു കൂടി, അതായത് വളരെ ഉയർന്ന പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇത് സീനിയർ സിറ്റിസൺസിൻ്റെ കെയർ, ജെറിയാട്രി കെയർ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ജില്ലകളിലും ജെറിയാട്രി കെയർ സെൻറ്റേഴ്സ് ഉണ്ടാക്കുക. പാവപ്പെട്ടവരുടെ ചികിത്സ, അതായത് രോഗനിർണയത്തിന് വേണ്ടി മൂവിങ് ലബോറട്ടറീസ് കൊണ്ടുവരിക, ഡോക്ടേഴ്സിനെ കൊടുക്കുക, നഴ്സസിനെ കൊടുക്കുക. ഇപ്പോൾ ആശാ വർക്കർമാരാണ് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നത് NRHMൻ്റെ ഒക്കെ കെയർ ഓഫിൽ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നല്ല ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ജെറിയാട്രി സിസ്റ്റം 14 ജില്ലകളിലും ഉണ്ടാകണം. ആ 14 ജില്ലകളിലും ആ ജെറിയാട്രി സിസ്റ്റത്തിൽ മൂവിങ് വെഹിക്കിൾ ഫെസിലിറ്റി, ഡോക്ടേഴ്സ്, നഴ്സസ്, മരുന്നുകൾ, അതേപോലെ വേണ്ടി വരുന്ന സമയത്ത് എല്ലാത്തരം അതായത് എന്തൊക്കെ കെയറാണോ ജെറിയാട്രി വിഭാഗത്തിന് വേണ്ടത് അതൊക്കെ നല്ലവണ്ണം കൊടുക്കാനുള്ള സൗകര്യം കേരളത്തിൽ കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നമ്മൾ താഴേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇതിന് ഒന്നാം പരിഗണന കൊടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് വളരെ വർഷങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഒരു സ്ഥാപനം. അപ്പോൾ ഒരു IIM കേരളം അർഹിക്കുന്നതാണ്. ആ IIM കേരളത്തിന് കിട്ടണം. അപ്പോൾ അതിപ്പോൾ നമുക്ക് ബജറ്റ് വഴിയായിട്ടല്ല, കേന്ദ്ര ബജറ്റിൽ തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാനാണ് പറ്റുക. കേരളം അത് പരിഗണനയിൽ എടുക്കണം എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇന്ത്യയിലോ കേരളത്തിലോ ഫോറിൻ റീറ്റെയിൽ ട്രേഡ്, നമുക്കറിയാം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണെന്ന്. അങ്ങനെ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ നമുക്കറിയാം ആമസോണ്, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, അതുപോലെ ഏത് ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസർ, ഇൻ്റർനാഷണൽ പ്രൊഡ്യൂസറാണെങ്കിലും സെല്ലറാണെങ്കിലും, അതായത് റീറ്റെയിൽ ഇൻ്റർനാഷണൽ, അതായത് ഫോറിൻ റീറ്റെയിൽ ട്രേഡ് ഇൻ ഇന്ത്യ, അത് വലിയ തോതിൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം നമ്മൾ കൺസ്യൂമറിസ്റ്റ് സംസ്ഥാനം എന്ന രീതിയിൽ ഒന്നാമത്തെ റാങ്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് വിൽപ്പനകൾ നടക്കുന്ന കേരളത്തിലേക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരു 75% ഉൽപ്പന്നമെങ്കിലും കേരളത്തിൽ നിന്ന് വാങ്ങിയിരിക്കണം എന്നൊരു നിയമം കൊണ്ടുവരിക. അങ്ങനെ ആകുമ്പോൾ കേരളത്തിലെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉണ്ടാകും കേരളത്തിൽ തന്നെ. അതുമൂലം അവ ഉയർത്തെഴുന്നേൽക്കും. അതുമൂലം ഒരുപാട് യുവാക്കൾക്ക് കേരളത്തിൽ തന്നെ തൊഴിൽ സാധ്യതയുണ്ടാകും. അതുകൊണ്ട് ഒട്ടും കുറയാത്ത പ്രയോറിറ്റിയോടുകൂടി ഇത് മുൻഗണനാ പട്ടികയിൽ തന്നെ എടുക്കണം. അതായത് വിദേശ റീറ്റെയിൽ ട്രേഡ് കേരളത്തിൽ അനുവദിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ അവർ വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ 75% വാങ്ങിയിരിക്കണം. ബാക്കി മാത്രമേ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ സംസ്ഥാനങ്ങളിൽ നിന്നോ വാങ്ങിക്കൊണ്ടുവരാവൂ എന്നൊരു നിബന്ധന ഉണ്ടാക്കിയാൽ, ആ നിബന്ധന ഞാൻ ആവർത്തിക്കുകയാണ്, ഇവിടുത്തെ ബ്രെയിൻ ഡ്രെയിൻ തടയാൻ കാലക്രമേണ വലിയ സാധ്യത ഒരുക്കിത്തരും, യാതൊരു സംശയവുമില്ല. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, നമ്മുടെ കേരളം ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാകണം എന്നൊക്കെ ആദ്യം മുതൽ പറയുന്നതാണ്. പക്ഷേ ഇതുവരെ അത് പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ല. ഇനിയും അത് എളുപ്പമല്ല. കാരണം കോളേജുകളിൽ നിന്നൊക്കെ പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊക്കെ ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കപ്പാസിറ്റിയേക്കാൾ വളരെ കുറവാണ് കുട്ടികളുടെ എണ്ണം. ഈവൻ മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും അങ്ങനെയാണ്. ഈ വർഷം നമ്മൾ കണ്ടതാണ്, നമ്മുടെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസസിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് പോലും അഡ്മിഷൻ കിട്ടുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. എന്ന് വെച്ചാൽ നല്ല മിടുക്കർ ഒരുപാട് പേര് ഇത്തരം എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കേരളത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ നല്ല കോളേജുകളിലും എന്താണ് വേണ്ടത്? അവയോട് ചേർന്ന് സംരംഭകത്വ സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുക. അതായത് കുട്ടികളെ വിവിധ തരം സംരംഭങ്ങളിലേക്ക്, അവരുടെ ഇൻറ്റേൺഷിപ്പ് പോലെ അതിലേക്ക് അവരെ ആകർഷിക്കുക. എല്ലാവരും അത്തരം സംരംഭങ്ങൾ കൊണ്ട് തന്നെ ജീവിതം കഴിക്കണമെന്നല്ല, അതിൽ മിടുക്കർ അത്തരം സംരംഭങ്ങളിൽ ആകൃഷ്ടരാവുകയും അതിനുവേണ്ട ടെക്നോളജി ഒക്കെ തന്നെത്താനെ കണ്ടെത്തുകയും അതിനെ അപ്ഗ്രേഡ് ചെയ്യുകയും ആ ഉൽപ്പന്നങ്ങളെ ലോകോത്തര ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ക്യാമ്പസിൽ നിന്ന് ഒരു ഉൽപ്പന്നം ഉണ്ടായാൽ മതി.
ആ തരത്തിൽ ക്യാമ്പസുകളെ ശാക്തീകരിക്കുക, സംരംഭക ശാക്തീകരണമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സംരംഭക ശാക്തീകരണം കൊണ്ടുവരാൻ പറ്റിയാൽ, ഇപ്പോൾ നമുക്കറിയാം ബിഷപ്പുമാരൊക്കെ ക്രിസ്ത്യൻസ് ഒരുപാട് പേര് പൊഴിഞ്ഞു പോകുന്നു, വിദേശ പഠനത്തിന് പോകുന്നു എന്ന് പറഞ്ഞ് ആകുലപ്പെടുകയാണ്. അവരെ തിരിച്ചു വിളിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇങ്ങനെ അതായത് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ധാരാളമുണ്ട് കേരളത്തിൽ. ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനോടൊക്കെ ചേർന്ന് ഇതുപോലെ സംരംഭകത്വ സാധ്യതകൾ വളർത്തിയെടുത്താൽ ഒരുപാട് പേരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ കാലക്രമേണ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ സംരംഭകത്വം ഇത് കഴിഞ്ഞ ബജറ്റിലൊക്കെ സൂചിപ്പിച്ചിരുന്നതാണ്, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ ഔട്ട്കം ബജറ്റ് വരികയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഒരു ക്യാമ്പസിലും ഒന്നും ചെയ്യുന്നില്ല. ഈവൻ എൻജിനീയറിംഗ് കോളേജുകളിൽ പോലും ഇങ്ങനെയുള്ള സാധ്യതകളെ വളരെ കുറച്ചു മാത്രമേ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇനി ഒന്നോടെ പറയാനുള്ളത്, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ BJP ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ആദ്യത്തെ അവരുടെ ഒരു ബജറ്റിൽ തന്നെ പറഞ്ഞിരുന്നു, സബ്സിഡീസ് ഘട്ടം ഘട്ടമായി കുറച്ച് ഇല്ലാതെയാക്കുമെന്ന്. അതായത് WTO പോലും പറഞ്ഞിട്ടില്ല ഡെവലപ്പിംഗ് ഇക്കോണമീസിൽ സബ്സിഡി കൊടുക്കരുതെന്ന്. അതായത് അഗ്രികൾച്ചറൽ GDPയുടെ 10% വരെ സബ്സിഡി കൊടുക്കാമെന്നാണ് WTO അംഗീകരിച്ചിരിക്കുന്നത് വികസ്വര രാഷ്ട്രങ്ങളിൽ. വികസിത രാജ്യങ്ങളിലാണെങ്കിൽ അത് 5%, GDPയുടെ 5%മേ ആകാവുള്ളൂ, അഗ്രികൾച്ചറൽ GDPയുടെ. അപ്പോൾ എന്താണ് ഈ അഗ്രികൾച്ചറൽ GDP എന്ന് പറഞ്ഞാൽ? കൃഷിയിൽ നിന്ന്, അതായത് എല്ലാ തരത്തിലുള്ള കൃഷികളിൽ നിന്ന്, മത്സ്യബന്ധനം അടക്കമുള്ളവയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, GDPയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന വരുമാനം, അതാണ് അഗ്രികൾച്ചറൽ GDP. ആ അഗ്രികൾച്ചറൽ GDPയുടെ 10% വരെ സബ്സിഡി കൊടുക്കാമെന്നാണ് WTO നിഷ്കർഷിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ BJP ഗവൺമെൻറ് വന്നപ്പോൾ സബ്സിഡി ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമെന്ന് പറഞ്ഞത്. ആരുടെയെങ്കിലും അജ്ഞത കൊണ്ടാണോ അതോ മനഃപൂർവ്വമായിട്ട് പാവപ്പെട്ടവരെ അവഗണിക്കുക എന്നുള്ളത് കൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ. അപ്പോൾ ഈ സബ്സിഡിയുടെ ഗുണഭോക്താക്കൾ കാർഷിക മേഖലയിൽ എല്ലാ ഫോറസ്ട്രിയിലുണ്ട്, ഫിഷിങ്ങിലുണ്ട്, ഡയറിയിങ്ങിലുണ്ട്, അതായത് പോൾട്രിയിലുണ്ട്, പിഗറിയിലുണ്ട്, എല്ലാ മേഖലകളിലും ഈ സബ്സിഡി, നെൽകൃഷിയിലുണ്ട്, എല്ലാ കൃഷികളിലും ഈ സബ്സിഡി, അതായത് ഫെർട്ടിലൈസർ സബ്സിഡി, അതുപോലെ തന്നെ ഇറിഗേഷൻ സബ്സിഡി, ഇലക്ട്രിസിറ്റി സബ്സിഡി, പിഗറി പോലെ പോൾട്രി പോലെയൊക്കെ ആണെങ്കിൽ അവരുടെ ഫീഡ് സബ്സിഡി, ഇങ്ങനെ പല തരത്തിലാണ് ഈ സബ്സിഡി. ഈ സബ്സിഡികളൊക്കെ കുറച്ച് ഇല്ലാതെയാക്കാതെ കേരളത്തിൻ്റെ കാർഷിക അഗ്രികൾച്ചറൽ GSDPയുടെ 10% വരെ ആ സബ്സിഡി ഉയർത്തുക. അതിന് സത്വരമായ നടപടി സർക്കാർ എടുക്കേണ്ടിയിരിക്കുന്നു. ഇല്ലാത്ത പക്ഷം കർഷകരെ നിങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് ഈ കൃഷി സബ്സിഡി, കാർഷിക വരുമാനത്തിൻ്റെ 10%, അതായത് സംസ്ഥാനത്തിൻ്റെ മൊത്ത കാർഷിക വരുമാനത്തിൻ്റെ 10%മാക്കി നിങ്ങളുടെ സബ്സിഡി ഉയർത്തണമെന്ന് ആവശ്യപ്പെടുക. അതിനുവേണ്ടി മുറവിളി കൂട്ടുക, വേണ്ടി വന്നാൽ അതിനുവേണ്ടി സമരം ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ബജറ്റിന് വേണ്ടി പറയാനുള്ള അടുത്ത നിർദ്ദേശം. ഇനി ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്, ഒരുപാട് നേരം എടുത്ത് നിങ്ങളെ ശല്യപ്പെടുത്തി എന്നുള്ളത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ എന്നോട് ക്ഷമിക്കണം. ഇനിയുള്ളത് വേറൊരു സാഹചര്യത്തിൽ വേറൊരു കോണ്ടെക്സ്റ്റിൽ പറയാമെന്ന് വെച്ചുകൊണ്ട് ഇവിടെ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ ബജറ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്.